ഇവിടെ നമ്മൾ നെത്തൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ ഉപ്പും മുളക് ഇട്ട് തിരുമ്മി വെച്ചത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഒരു പാത്രം ചൂടായി അതിനകത്ത് കടുക് പൊട്ടുമ്പോഴേക്കും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് അത് നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. മൂപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂക്കണ്ട, ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ. അത് നന്നായി ഇപ്പം പച്ചച്ചുവ മാറി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയോട്ട് ആ കറിവേപ്പിലയും ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളൊരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുളക് പൊടി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതീയിലിട്ട് വേണം ചെയ്യാൻ. മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് അച്ചാർ പൊടി, അതായത് 1 സ്പൂണിന് കുറച്ചും കൂടെ അച്ചാർ പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പ് നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കണം, മീൻ വറുക്കുന്നതിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നെത്തൽ മീൻ അതിനകത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തേ. നന്നായിട്ട് നല്ലോണം അത് മസാലയെല്ലാം കൂടി എല്ലായിടത്തും ആകുന്നത് വരെ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് വിനാഗിരി ഒരല്പം വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വിനാഗിരി വേണ്ട, കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മുടെ നെത്തൽ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.